أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് നവംബറിലെ ആദ്യത്തെ ജുമയാണ്. സാധാരണഗതിയിൽ നവംബർ മാസത്തിലെ ആദ്യ ജുമായ്ക്ക് തന്നെ തഹ്രീക്ക് ജദീദിൻ്റെ നവവർഷ വിളംബരം നടത്താറുണ്ട്. അതുപോലെ മുൻ വർഷത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹ വർഷങ്ങളുണ്ടായതിനെ കുറിച്ചും പരാമർശിക്കാറുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഓർത്തിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ സംഗതി, എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ചെലവുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ധനം ആവശ്യമായുണ്ട് എന്നതാണ്. ഈ ഒരു കാര്യം തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരവസരത്തിൽ ഹസ്രത്ത് മസീഹ് മൗദ് അലിഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പറയുകയുണ്ടായി: എല്ലാ നബിമാരും തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ത്യാഗത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും വിവിധ വശങ്ങളിലും വിവിധ തലങ്ങളിലും വിശ്വാസികൾക്ക് ധനത്യാഗത്തെക്കുറിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല വിശദമായി പറഞ്ഞിരിക്കുന്നത്, ദീനിനു വേണ്ടിയായി നിങ്ങൾ ചെയ്യുന്ന ത്യാഗങ്ങൾക്ക്, നിങ്ങളുടെ സാമ്പത്തിക ചെലവുകൾക്ക് പകരമായി അള്ളാഹു ഇഹലോകത്തും അതുപോലെ തന്നെ പരലോകത്തും തക്കതായ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നതാണ്. അള്ളാഹു ആരുടെയും കടം ബാക്കി വെക്കുന്നവനല്ല. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് അള്ളാഹു താല ഇപ്രകാരം പറയുന്നു: അവൻ ഏത് രീതിയിലാണ് അനുഗ്രഹിക്കുന്നത്, എത്രമാത്രം കാരുണ്യമാണ് അവൻ്റെത് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: മസലുല്ലസീന യുംഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ നബതത് സബഅ സ്വനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ വല്ലാഹു യുളായിഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അതായത്, ദൈവമാർഗത്തിൽ ധനം വ്യയം ചെയ്യുന്നവരുടെ ഉപമ 7 കതിരുകൾ മുളപ്പിക്കുന്ന വിത്തിനു തുല്യമാണ്. അതിൻ്റെ ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉണ്ടാകും. അള്ളാഹു ഇച്ഛിക്കുകയാണെങ്കിൽ അതിലും കൂടുതലായി അവൻ നൽകുന്നതാണ്. അള്ളാഹു വിശാലത നൽകുന്നവനും പരിപൂർണ ജ്ഞാനമുള്ളവനുമാകുന്നു. അതുകൊണ്ട് ഈ ഉപമയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അവർ ആത്മാർത്ഥമായി ദൈവമാർഗത്തിൽ ചെലവ് ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ കടം ബാക്കി വരുത്തുന്നില്ല. അവർക്ക് അവൻ ഈ ലോകത്തും അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, അതുപോലെ തന്നെ പരലോകത്തും അനുഗ്രഹങ്ങൾ കൊണ്ട് അവർക്ക് മേൽ കാരുണ്യം ചൊരിയുന്നു. ഇക്കാലഘട്ടത്തിൽ അള്ളാഹു ദീനിന്റെ പ്രചരണത്തിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെയാണ് അയച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ഉത്തരവാദിത്തമാണ് ഇത്. ദീനിന്റെ പ്രചരണത്തിനായി, അതുപോലെ ഇസ്ലാമിന്റെ സന്ദേശം
ലോകത്താകമാനം പരത്തുന്നതിനായി, അതുപോലെ ലോകത്തെ മുഴുവനും ഏകദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നവരാക്കി മാറ്റുന്നതിനായി അവർ അക്കാര്യം തങ്ങളുടെ ബാധ്യതയായി മനസ്സിലാക്കുകയും ആത്മാർത്ഥമായ നിലയിൽ അതിനായി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കും പ്രതിഫലങ്ങൾക്കും അവർ അനന്തരാവകാശികളാകുന്നതാണ്. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: നമസ്കാരം, നോമ്പ്, അതുപോലെ ദൈവസ്മരണ, ഈ 3 കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യപ്പെട്ട ധനത്തെ 700 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതാണ്. അതായത് നിങ്ങൾ ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാമ്പത്തിക ത്യാഗത്തോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഈ ഹദീസിൽ യഥാർത്ഥ വിശ്വാസിയുടെ രൂപരേഖയാണ് കോറിയിട്ടിരിക്കുന്നത്. ഒരു വിശ്വാസി ഒരിക്കലും കേവലം സാമ്പത്തിക ത്യാഗം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പറയുന്നവനാകരുത്: ഞാൻ ഇത്രയധികം സാമ്പത്തിക ത്യാഗം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ വാഗ്ദാനം ചെയ്തതനുസരിച്ച് എനിക്ക് 700 മടങ്ങ് വർദ്ധിപ്പിച്ചു തന്നാലും. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അങ്ങനെയുള്ള ത്യാഗങ്ങളോടൊപ്പം തങ്ങളുടെ ആരാധനകളുടെ നിലവാരവും അവൻ ഉയർത്തേണ്ടതാണ്. അതുപോലെ തങ്ങളുടെ ആത്മാവിനെ സംസ്കരിക്കേണ്ടതുമാണ്. ദൈവസ്മരണയാൽ തങ്ങളുടെ നാവുകൾ ആർദ്രമാക്കിയിരിക്കേണ്ടതാണ്. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക ത്യാഗം ചെയ്യേണ്ടതാണ്. അപ്പോൾ അള്ളാഹു മനുഷ്യൻ ആശ്ചര്യചകിതനാകും വിധത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. ചില സമയത്ത് അള്ളാഹു നമ്മുടെ നിസ്സാര പ്രവൃത്തികളെയും സ്വീകരിച്ചരുളുന്നു. അതുകണ്ട് നമുക്ക് ആശ്ചര്യമുണ്ടാകുന്നു. ഇത് അള്ളാഹുവിൻ്റെ സവിശേഷമായ കാരുണ്യമാണ്. അവൻ്റെ അനുഗ്രഹവർഷം ഇപ്രകാരത്തിലുള്ളതാണ്: അത് മുഖേന ദൈവാസ്തിത്വത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നു. അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ മുമ്പത്തേക്കാൾ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്നു. തീർച്ചയായും ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്നും ഇത്തരം പ്രയത്നങ്ങളാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇത്ര ത്യാഗങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല വേണ്ടത്. മറ്റു പ്രവൃത്തികൾ ഒന്നുമില്ലെങ്കിലും അള്ളാഹു ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് കരുതരുത്. അതുകൊണ്ട് സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവർ എപ്പോഴും തങ്ങളുടെ ആത്മീയമായ അവസ്ഥകളിലേക്കും ദൃഷ്ടി പതിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാരിതോഷികങ്ങളുടെ യഥാർത്ഥ അവകാശികളായി മാറാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു എപ്പോഴും യഥാർത്ഥ വിശ്വാസികൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. അതിനുള്ള ധാരാളം ഉദാഹരണങ്ങൾ ജമാഅത്തിൽ തന്നെ ലഭ്യമാണ്. പൂർവികരുടെ ഉദാഹരണങ്ങൾ മാത്രമല്ല നാം മറ്റുള്ളവരുടെ മുമ്പിൽ വെക്കാറുള്ളത്. പൂർവികരുടെയും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് താനും. അള്ളാഹു തങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് അവർക്കും ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻകാലത്തുണ്ടായ ഉദാഹരണങ്ങളിൽ, പൂർവികരുടെ ഉദാഹരണങ്ങളിൽ ഹജരത് റാബിയ ബസ്രിയുടെ ഒരു സംഭവം ഇപ്രകാരം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതു രീതിയിലായിരുന്നു ദൈവത്തിൽ അവർക്ക് അർപ്പണബോധമുണ്ടായിരുന്നത് എന്നത് ആണ് അത് സൂചിപ്പിക്കുന്നത്. അവർ വീട്ടിലായിരുന്ന സമയത്ത് 20 അതിഥികൾ അവിടെ എത്തി. 2 റൊട്ടികൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഉടനെ തന്നെ അവർ തൻ്റെ ഭൃത്യയെ വിളിച്ചു പറഞ്ഞു, ഈ 2 റൊട്ടികളും കൊണ്ടുപോയി ഏതെങ്കിലും പാവപ്പെട്ടവന് നൽകുക. അള്ളാഹുവിൽ ഉണ്ടായിരുന്ന പൂർണ്ണമായ ഭരമേൽപ്പിക്കലിന്റെ വിചിത്രമായ രീതിയായിരുന്നു അത് കാണിച്ചിരുന്നത്. ആ ഭൃത്യയും വളരെ വിഷമത്തിലായി. അവൾ ചിന്തിക്കുകയുണ്ടായി, ഇങ്ങനെ സജ്ജനരായ സാത്വികരായ ആളുകളും വളരെ വിചിത്രമായ നിലയിൽ വിഡിത്തം കാണിക്കുന്നു. വീട്ടിൽ അതിഥികൾ എത്തിയിരിക്കുന്നു, എന്നിട്ട് ഉണ്ടായിരുന്ന കുറച്ച് റൊട്ടികളും പാവപ്പെട്ടവർക്ക് കൊടുക്കാനും വിതരണം ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അത് കൊടുക്കാനായി ആ സ്ത്രീ പോകുമ്പോൾ, അല്ലെങ്കിൽ പോയി വന്നതിന് ശേഷം പുറത്തു നിന്നും ആരോ വിളിക്കുന്നതായി കേട്ടു. ഒരു സ്ത്രീ അവിടെ വന്ന്, ഏതോ ഒരു ധനിക സ്ത്രീ തൻ്റെ ഭൃത്യയുടെ കൈവശം 18 റൊട്ടികൾ അവിടെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഹദരത്ത് റാബിയ ബസരി അത് തിരിച്ച് അയക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് എൻ്റേതല്ല എന്ന് പറഞ്ഞു. ആ ഭൃത്യ വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തി, അള്ളാഹു അയച്ചതാണ്, സ്വീകരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവർ
തുടർച്ചയായി ഇതെൻ്റേതല്ല എന്ന് വാശി പിടിച്ചു. ആ പരിചാരിക വീണ്ടും ഇത് വെച്ചുകൊള്ളുക എന്ന് നിർബന്ധം ചെലുത്തി. എന്നാൽ അത് ഫലം കണ്ടില്ല. ഏതായാലും കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന അയൽവാസിയായ ധനാഢ്യായ സ്ത്രീ തൻ്റെ ആ പരിചാരികയെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എവിടെയാണ് പോയിരുന്നത്? നിന്നെ ഞാൻ ഏൽപ്പിച്ചത് അവർക്ക് വേണ്ടിയുള്ളതല്ല. 20 റൊട്ടിയാണ് റാബിയ ബസ്രിക്ക് ഏൽപ്പിക്കാൻ ഞാൻ ഏൽപ്പിച്ചത്. ഇത് മറ്റെവിടെയോ കൊടുക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. റാബിയ ബസ്രി പറയുന്നു, ഞാൻ 2 റോട്ടികൾ ദാനം ചെയ്തപ്പോൾ അള്ളാഹുവുമായി ഞാനൊരു സന്ധി ചെയ്തിരുന്നു. എനിക്ക് അവൻ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു തരണമെന്ന്. അതുകൊണ്ട് 2 പകരമായി 20 തന്നെയായിരുന്നു വരേണ്ടിയിരുന്നത്. ഹദരത്ത് ഖലീഫ അവൽ ഈ സംഭവം വിവരിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി, ചില സ്ഥലങ്ങളിൽ 1 പകരമായി 10 മടങ്ങെന്നും മറ്റ് ചില സ്ഥലങ്ങളിൽ 1 പകരമായി 700 മടങ്ങും ലഭിക്കുമെന്ന് പറഞ്ഞതായി കാണാം. ഇങ്ങനെയുള്ള പ്രതിഫലം നന്മ ചെയ്യുന്ന സാഹചര്യവും അവസരങ്ങളും മുൻനിർത്തിയായിരിക്കും ലഭിക്കുക. അതായത് നന്മ ഏത് അവസരത്തിൽ ഏത് നിലക്ക് ചെയ്യുന്നു, എത്രയാണ് ത്യാഗത്തിൻ്റെ നിലവാരം, ത്യാഗം ചെയ്യുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ്, ഇവയൊക്കെ ആശ്രയിച്ചായിട്ടായിരിക്കും പ്രതിഫലം ലഭിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഹസ്രത്ത് ഖലീഫത്തുൽ മസി അവൽ റളിയല്ലാഹു അൻഹു ഹസ്രത്ത് റാബിയ ബസ്രിയുടെ സംഭവം വിവരിച്ചതിന് ശേഷം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹിക്കുന്ന രീതി, അവൻ്റെ പെരുമാറ്റം ഇപ്രകാരമാണ്. എന്നാൽ നിങ്ങൾ അവനെ പരീക്ഷിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കരുത്. അതായത് നിങ്ങൾ അള്ളാഹുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ആ ഒരു നിയത്ത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങരുത്. മറിച്ച് അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായും ദൈവ പ്രീതിക്ക് വേണ്ടി ഈ രീതിയിൽ ത്യാഗം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചരുളുന്നതായിരിക്കും. അതുകൊണ്ട് ആരാണോ ദൈവത്തിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ത്യാഗം വരിക്കുന്നത്, അവരായിരിക്കും യഥാർത്ഥത്തിൽ ത്യാഗം ചെയ്യുന്നവർ. ഹദരത്ത് റാബിയ ബസ്രിയുടെ വീട്ടിൽ വന്ന അതിഥികളെ കുറിച്ചാണ് ഇവിടെ സംഭവം വിവരിച്ചത്. എന്നാൽ അവരുടെ വീട്ടിൽ വരുന്നതും ആളുകൾ ദീനി ആവശ്യത്തെ മുൻനിർത്തിയായിരുന്നു. ഇന്ന് ദീനി ആവശ്യങ്ങളുടെ പരിപൂർത്തിക്കായി അള്ളാഹു താല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ നിയോഗിച്ചയച്ചിരിക്കുന്നു. അദ്ദേഹം മുഖേന ഇന്ന് ലോകത്ത് ഇസ്ലാമിൻ്റെ പ്രചരണവും അതുപോലെ മാനവിക സേവനവും നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന് എല്ലാ വർഷവും ലിറ്ററേച്ചർ, അതായത് സാഹിത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ പള്ളികളുടെ നിർമ്മാണത്തിനായും മിഷൻ ഹൗസുകൾ നിർമ്മിക്കുന്നതിനായും അതുപോലെ ഇതര പദ്ധതികൾക്കുമായി ചെലവഴിക്കാനായി ഒട്ടനവധി മില്യൺ പൗണ്ട് ചെലവഴിക്കാനുള്ള സൗഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും അതുപോലെ വികസിത രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ സ്വരുക്കൂട്ടുന്ന ഫണ്ടിൻ്റെ ഭൂരിഭാഗവും ആഫ്രിക്കയും അതുപോലെ ഭാരതം പോലെ മറ്റ് രാഷ്ട്രങ്ങളിലും ദരിദ്ര രാഷ്ട്രങ്ങളിലുമാണ് ചെലവ് ചെയ്യപ്പെടുന്നത്. അവർ തങ്ങളുടെ രാജ്യങ്ങളിൽ ചെലവുകൾ നടത്തുന്നത് കൂടാതെ ഇതര രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും അവർ ചെലവ് നടത്തുന്നു. തങ്ങളുടെ രാജ്യങ്ങളിലെ ആവശ്യങ്ങൾക്കായും അവർ ചെലവഴിക്കുന്നു. ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ എത്രത്തോളം വ്യാപ്തിയും വിശാലതയും വന്നു എന്ന് നാം കാണുന്നുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹങ്ങൾ മാത്രമാണ്. ജമാഅത്ത് അംഗങ്ങൾ ത്യാഗങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടായിട്ടും സാമ്പത്തികാവസ്ഥ വളരെ വഷളായിരുന്നിട്ടും ഈ ചെലവുകൾ നടന്നു വരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നും അള്ളാഹു തൻ്റെ പ്രത്യേകമായ സവിശേഷമായ പെരുമാറ്റ മാതൃക അവരുമായി കാഴ്ചവെക്കുകയും ചെയ്യുന്നു. അവർക്കത് കാണിച്ചു കൊടുക്കുന്നു. അവൻ ഇത്തരം ത്യാഗങ്ങൾ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് അനുഗ്രഹം തന്നരുളുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. ദരിദ്ര രാഷ്ട്രങ്ങളിൽ താമസിക്കുന്നവർക്കും ധനിക രാജ്യങ്ങളിൽ അധിവസിക്കുന്നവർക്കും എല്ലാവർക്കും തങ്ങളുടേതായ അനുഭവങ്ങൾ അവൻ നൽകുന്നു. തങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ ത്യാഗം ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾക്കായി മുന്നോട്ട് വരുന്നു.
ഇനി ഞാൻ ചില സംഭവങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നതായിരിക്കും. അതിൽ നിന്നും ഏത് രീതിയിലാണ് അള്ളാഹു ഈ ത്യാഗങ്ങൾ ചെയ്യുന്നവരോട് സൽപെരുമാറ്റം കാഴ്ചവെക്കുന്നത് എന്ന് മനസ്സിലാകും. അതുപോലെ ത്യാഗങ്ങൾ സമർപ്പിക്കുന്ന വ്യക്തികൾ എത്ര ആവേശത്തോടെയും എത്ര ആത്മാർത്ഥതയോടുമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകും. നവാഗത അഹമ്മദികളും അതുപോലെ തന്നെ ജമാത്തിൽ അടുത്ത് ചേർന്നവർ കൂടാതെ ഇസ്ലാം പുതുതായി സ്വീകരിച്ചവരിലും ധനത്യാഗത്തിലേക്കുള്ള ശ്രദ്ധ അവൻ സ്വയം തന്നെ ഉളവാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നവാഗതർക്കും സാമ്പത്തിക ത്യാഗത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായും കാണാം. ലൈബീരിയയിലെ ഒരു പ്രാദേശിക മൗലവി മുഹമ്മദ് ജോൺസൺ സാഹിബ് പറയുന്നു, ആദ്യം ഇദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് മുസ്ലിമായതിനു ശേഷം മൗലവിയായി. പറയുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഞങ്ങളുടെ ഏരിയയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിരന്തര തബ്ലീഗിന്റെ ഫലമായി ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടത്. ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം തന്നെ ആ ഗ്രാമീണ വാസികളുടെ ഇമാമിനോടൊപ്പം ജമാഅത്തിൽ ചേരുകയുണ്ടായി. വളരെ ഒരു ചെറിയ ഗ്രാമമാണ് അത്. അവിടെ നല്ല റോഡ് സൗകര്യം പോലുമില്ല. മഴ കാരണത്താൽ അവിടെ മറ്റുള്ളവർക്ക് എത്തിച്ചേരുന്നതും വളരെ ദുഷ്കരമാണ്. തഹരീഖ് ജദീദ് ചന്ത പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നു, അവരെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചന്തയിൽ നിന്നും മാറ്റി നിർത്തിയതായിരുന്നു, ഒഴിവാക്കിയതായിരുന്നു. കാരണം പുതിയ അഹമ്മദികളാണ് അവർ. മറ്റൊരു കാരണം അവിടേക്കുള്ള മാർഗവും വളരെ ദുഷ്കരമാണ്, അതുപോലെ ചെറിയ ഗ്രാമവുമാണ്. അതുകൊണ്ട് അടുത്ത വർഷം അവരെ തഹരീഖ് ജദീദിൽ ഉൾപ്പെടുത്താം, അതിനുവേണ്ടി അടുത്ത വർഷം ആഹ്വാനം ചെയ്യാമെന്ന് കരുതി. പറയുന്നു, ഒരു ദിവസം ആ ഗ്രാമത്തിലെ ഇമാം അബു ബുക്കൈസ് സാബ് പെട്ടെന്ന് മിഷൻ ഹൗസിൽ ടൗണിൽ എത്തിച്ചേർന്ന്, എന്നിട്ട് വന്ന ഉടനെ തന്നെ കുറച്ച് പൈസ തന്നു. എന്നിട്ട് പറഞ്ഞു, ജമാഅത്തിലെ 21 അംഗങ്ങളുടെ ചന്ത തഹരീഖ് ജദീദാണിത്. ഞാൻ അവരോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലായി? ഇതിനെക്കുറിച്ച് അവിടെ ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റേഡിയോയിൽ ജമാഅത്തിന്റെ പരിപാടികൾ കൃത്യമായി കേൾക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച റേഡിയോ പ്രോഗ്രാമിൽ താങ്കൾ തഹരീഖ് ജദീദിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അതിൻ്റെ പ്രാധാന്യം വിവരിക്കുകയും ചെയ്തിരുന്നല്ലോ. അത് ഞാൻ കേട്ടപ്പോൾ ഇക്കാര്യം ഞാൻ ജമാഅത്തിന്റെ മുന്നിൽ വന്ന് അവതരിപ്പിച്ചു. അപ്പോൾ അംഗങ്ങൾ ഈ ചന്തക്ക് വേണ്ടി സമർപ്പിച്ച തുകയാണിത്. അങ്ങനെ അള്ളാഹു സ്വയം തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ഈ ഒരു ആത്മാവ് ജനിപ്പിക്കുകയാണ്. ത്യാഗത്തിൻ്റെ അന്തസത്ത അവരിൽ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. ഗേംബിയയിലെ അമീർ സാബ് എഴുതുന്നു, അവിടെ ഒരു ഗ്രാമത്തിൽ തഹരീഖ് ജദീദ് സംബന്ധമായി ആഹ്വാനമുണ്ടായി. അവിടെയുള്ള ജമാഅത്ത് അംഗങ്ങൾ മുഴുവനും നവാഗതരാണ്. 57 വയസ്സുള്ള ഒരു വൃദ്ധ സ്ത്രീ സിസ്റ്റർ ഫാത്തു $200 എടുത്ത് പെട്ടെന്ന് തന്നെ ആ അവസരത്തിൽ തന്നെ ചന്തയിൽ കൊടുക്കുകയുണ്ടായി. അവിടുത്തെ കറൻസിയാണത്, ഡലസി. ആ സ്ത്രീ എന്നിട്ട് പറയുകയുണ്ടായി, ഇസ്ലാം അഹമ്മദീയത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ഉള്ള ഏക മാർഗമാണ് ഇത്. സത്യസന്ധമായ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. തുടർന്നവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നതുപോലുള്ള സംഭവമാണ്. അവർ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ത്യാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്നു, എൻ്റെ കൈവശമുള്ള വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച അവസാനത്തെ സമ്പാദ്യമാണിത്. അവർ ഒരു ധനികയായിരുന്നില്ല. $200 അവർ നൽകിയത്. എന്നിട്ട് അവർ അതിനുള്ള കാരണം വിശദീകരിച്ചു, ഇസ്ലാമിൻ്റെ തബ്ലീഗ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഈ പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ വിശപ്പ് ത്യാഗം ചെയ്യാൻ സന്നദ്ധയാണ്, അങ്ങനെ ഈ പണം നൽകുന്നതാണ്. പറയുന്നു, ഈ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മകൻ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. മകൻ്റെ ഫോൺ വന്നു. മകൻ ഇപ്രകാരം പറഞ്ഞു, $12,200 ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീ ആ സഭയിൽ തന്നെ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം വിളംബരം ചെയ്തു, നോക്കൂ അള്ളാഹുവിൻ്റെ എത്രമാത്രം അനുഗ്രഹമാണ്, ഏത് രീതിയിലുള്ള അനുഗ്രഹമാണ് എനിക്കുമേലുണ്ടായിട്ടുള്ളത്. ഞാൻ ഇനി ചന്തയിൽ കൂടുതലായി നൽകുന്നതാണ്. ജനങ്ങളും അതൊക്കെ കണ്ട് ആശ്ചര്യപ്പെട്ടു.
6 മാസത്തിലേറെ കാലമായി മകന്റെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഉമ്മയെ വിളിക്കുന്നു, അന്വേഷിക്കുന്നു ഉണ്ടായിരുന്നില്ല. ഉമ്മയുടെ അവസ്ഥ വളരെ സാമ്പത്തികമായി മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ അവസരത്തിൽ അള്ളാഹു എങ്ങനെയാണ് സഹായിച്ചത്? അപ്പോൾ തന്നെ ഫോൺ വരികയും അതുപോലെ പണം വരാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. അവിടെ സന്നിഹിതരായിരുന്ന ജനങ്ങളൊക്കെ തന്നെ അക്കാര്യത്തിൽ വളരെ സ്വാധീനത്തിലായി, പ്രഭാവിതരായി. അഹമ്മദിയത്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ മരണം വരെ ഞങ്ങൾ അഹമ്മദിയത്തിൽ തുടരുന്നതാണെന്ന് അവർ എല്ലാവരും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. തൻസാനിയയിലെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഗേട്ട റീജിയനിൽ ഒരു ജമാഅത്തുണ്ട്. അവിടുത്തെ മൗല്യം എഴുതുന്നു, അബ്ദുള്ള സാബ് എന്ന ഒരു ജമാഅത്തിന്റെ സേവകനുണ്ട്. കുറച്ചു മാസം മുമ്പാണ് അദ്ദേഹം ബയത്ത് ചെയ്തത്. ഒരു ദിവസം അദ്ദേഹം ജുമാ ഖുത്ബയിൽ തഹരീഖ് ജദീദിനെ കുറിച്ച് കേട്ടു. ചന്ത പിരിക്കാനുള്ള അവസാന മാസമാണെന്ന് അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലായി. എല്ലാ അഹമ്മദികളും ഏതെങ്കിലും നിലയ്ക്ക് തൗഫീഖ് അനുസരിച്ച് ബർക്കത്തിന് വേണ്ടി അതിൽ ചേരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അബ്ദുള്ള സാഹിബിന്റെ കയ്യിൽ പണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും എന്തെങ്കിലും ചന്തയിൽ കൊടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അടുത്ത ദിവസം അദ്ദേഹം രാവിലെ തന്നെ ജോലി അന്വേഷിച്ചു പോയി. ഒരു വ്യക്തിക്ക് ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനായി ഒരു ആളുടെ ആവശ്യമുണ്ടായിരുന്നു. അയാൾ അബ്ദുള്ള സാഹിബിന് ആ പണി ഏൽപ്പിച്ചു. അദ്ദേഹം ദിവസം മുഴുവനും വളരെ കഠിനാധ്വാനം ചെയ്ത് 2 ദിവസം കൊണ്ട് സാധാരണ നിലയിൽ തീരുന്ന പണി ഒറ്റ ദിവസം കൊണ്ട് തീർത്തുകയും ലഭിച്ച സമ്പാദ്യമെടുത്ത് തഹരീഖ് ജദീദ് ചന്ത നൽകാനായി വരികയും ഉണ്ടായി. എൻ്റെ സ്വയം ഇപ്രകാരം പറയുന്നു, ഈ സംഭവം തന്നെ വിവരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു എൻ്റെ നിയ്യത്തിൽ ബർക്കത്ത് വച്ചിരിക്കുന്നു. കേവലം അവൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാമ്പത്തിക ത്യാഗത്തിനുള്ള തൗഫീക്ക് തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള വികാരമാണ് അഹമ്മദികളിൽ അള്ളാഹു ഉളവാക്കുന്നത്. ആസ്ട്രേലിയയിലെ ഒരു ഐലൻഡ് ഉണ്ട്, സോളമൻ ദ്വീപ്. അവിടെയുള്ള മൊറബി സാഹിബ് എഴുതുന്നു, സോളമൻ ഐലൻഡിൻ്റെ പര്യടനത്തിൻ്റെ ഇടയിൽ തബ്ലീഗ്, തർബിയത്ത്, മറ്റ് ജമാഅത്ത് പ്രോഗ്രാമുകൾ കൂടാതെ തഹരീഖ് ജദീദ് വർഷം അവസാനമായതു സംബന്ധിച്ച് ജനങ്ങളെ ചന്തയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയുണ്ടായി, അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു സ്ത്രീ സന്നിഹിതയായിരുന്നു. അവരുടെ ഭർത്താവ് അമുസ്ലിമാണ്. പോൾട്രി ഫാമാണ് രണ്ടുപേരും കൂടി നടത്തുന്നത്. സെക്രട്ടറി തഹരീഖ് ജദീദ് അവരുടെ വീട്ടിൽ പോയി ചന്തയെക്കുറിച്ച് പറയാൻ വേണ്ടി ഓർമ്മപ്പെടുത്താനായി പോയി. അപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നില്ല. അവരുടെ കുട്ടികൾ കുറച്ച് പണം അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് നൽകി. അവർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇങ്ങനെ സെക്രട്ടറി സാഹിബ് വന്നിരുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവർ സെക്രട്ടറിയുടെ വീട്ടിലെത്തി $1000 ചന്തയിൽ നൽകുകയുണ്ടായി. അപ്പോൾ സെക്രട്ടറി സാഹിബ് അവരോട് പറഞ്ഞു, ഞാൻ മുഴുവൻ ചന്തയും പിരിച്ച് എല്ലാ സാധനന്മാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അയച്ചിരിക്കുകയാണ്. ഇനി ഇത് അടുത്ത കൊല്ലത്തേക്ക് ചേർക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറയുകയുണ്ടായി, ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അള്ളാഹുവിനോട് എൻ്റെ വാഗ്ദാനമാണ്, ഈ കൊല്ലം ഇത്ര ഞാൻ കൊടുക്കുമെന്ന്. അതുകൊണ്ട് ഇത് ഈ കൊല്ലത്തിൽ തന്നെ ഉൾപ്പെടുത്തണം. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് പുതിയ ലിസ്റ്റ് തയ്യാറാക്കി രാത്രിക്ക് രാത്രി കേന്ദ്രത്തിലേക്ക് അതിനെക്കുറിച്ച് അറിയിപ്പ് നൽകുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകൾ എത്രത്തോളം വർദ്ധിതമായ നിലയിലാണ് ഉള്ളത്, എത്രത്തോളം അവൻ വർദ്ധിപ്പിച്ച് പ്രതിഫലം നൽകുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഗിനി കുനാക്കിരിയിലെ മൊബൈലിലേക്ക് എഴുതുന്നു, ഇവിടെ ഒരു കഫീലിയ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ മിഷണറി ഖുത്ബയിൽ തഹരീഖ് ജദീദുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തൽ നടത്തി. തുടർന്ന് വ്യക്തിപരമായ നിലയിൽ വീഡിയോകളും പര്യടനം നടത്തി. ഒരു യുവാവ് മുഹമ്മദ് സില സാഹിബ് അവരുമായി കണ്ടു. അദ്ദേഹത്തോടും ചന്ത അടുക്കുന്നതിനായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ സമയത്ത് തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 10,000 ഗിനി ഫ്രാങ്ക് എടുത്ത് നൽകി, ചന്തക്ക് നൽകി. അപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഉച്ചക്കത്തേക്കും രാത്രിയേക്കും വേണ്ടി ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. എന്നാൽ ഇന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ വിശപ്പ് സഹിക്കാൻ തയ്യാറാണ്. ആ സംഭവത്തിന് 4 ദിവസത്തിന് ശേഷം ആ യുവാവിൻ്റെ ഫോൺ മിഷണറിക്ക് വന്നു. അള്ളാഹു എൻ്റെ ത്യാഗങ്ങൾ സ്വീകരിച്ചരുളിയിരിക്കുന്നു. പറയുകയുണ്ടായി, ഞാനൊരു മൈനിങ് കമ്പനിയിൽ ഡ്രൈവർ ജോലിക്കായി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 5.5 മില്യൺ ഗിനി ഫ്രാങ്ക് മാസശമ്പളത്തിൽ 5 കൊല്ലത്തിനുള്ള കോൺട്രാക്ട് ജോലി ലഭിച്ചു. ഈ രീതിയിൽ അള്ളാഹു എനിക്ക് 1000 മടങ്ങ് വർദ്ധിപ്പിച്ച് നൽകിയിരിക്കുന്നു. ഒരു വർഷത്തെ ചന്ത 10,000 അദ്ദേഹം കൊടുത്തത്. തിരിച്ച് ലഭിച്ചത് വർഷത്തിൽ 6,600 മടങ്ങാണ് വർദ്ധിച്ചത്.
700 ഇരട്ടിയിൽ കൂടുതലായി അള്ളാഹു നൽകി. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇച്ഛിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ്. അങ്ങനെ 700 മടങ്ങിലും വർദ്ധിച്ച നിലയിലുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നൈജറിലെ സദർ ലജ്ന സാഹിബ എഴുതുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലജ്നയുമായുള്ള നൈജർക്ക് ആദ്യത്തെ 3 ദിവസം നാഷണൽ തർബിയത്ത് ക്ലാസ് സംഘടിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഒരുപാട് സ്ത്രീകൾ അതിൽ പങ്കെടുത്തു. ഇതിൽ സാധാരണ നിലയിൽ തഹരീഖ് ജദീദുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മപ്പെടുത്തലും ഉണ്ടായി. ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് വർഷം തീരാൻ എന്നും ഓർമ്മപ്പെടുത്തി. വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ഉത്ബോധിപ്പിച്ചു. പെട്ടെന്ന് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ഉടനടി ലജ്നകൾ ചന്തകൾ നൽകി തുടങ്ങി. അവർ പറയുകയുണ്ട്, ഇപ്പോൾ ഇവിടെ വിളംബരപ്പെടുത്തിയെന്ന് മാത്രം, ഇനിയും സമയമുണ്ട്, സമയം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ നൽകുന്നതാണെന്ന് പറഞ്ഞ് മറ്റു സ്ത്രീകളും ഒരാളെ കണ്ട് മറ്റൊരാൾ എന്ന നിലയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ സാമ്പത്തിക ത്യാഗത്തിൽ അവർ മുൻകടക്കുകയുണ്ടായി. ഒരു വലിയ തുക അവിടെ സ്വരൂപിക്കപ്പെട്ടു. അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ലോകത്തെ എല്ലായിടങ്ങളിലും മിക്കവാറും ലജ്നകൾ തങ്ങളുടെ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഭാഗം ചന്തയിൽ നല്ല നിലയിൽ കൊടുത്തു വീട്ടുന്നുണ്ട്. അവർ ഒരു കാര്യത്തിലും ആരിലും പിന്നിലല്ല. ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ ഖാദിമീങ്ങളെയും അൻസാരിങ്ങളെയും ഓർമ്മപ്പെടുത്തേണ്ടതായി അവസ്ഥ വരുന്നു. എന്നാൽ ലജ്ന ത്യാഗങ്ങളിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അവരെ പോലെയാകുക. സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യയിലെ മൊബൈലിൽ എഴുതുന്നു, അർസാൻ ബേഗ് സാഹിബ് റഷ്യയിലെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. തഹരീഖ് ജദീദിന്റെ പുതിയ വർഷം ഞാൻ കഴിഞ്ഞ വർഷം വിളംബരം ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു, ഉടൻ തന്നെ അദ്ദേഹം 1000 റൂബൽ തഹരീഖ് ജദീദിൽ ത്യാഗം സമർപ്പിക്കുന്നതാണെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ വർഷം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അതായത് കഴിഞ്ഞ വർഷം ഞാൻ 1000 റൂബലാണല്ലോ തഹരീഖ് ജദീദിൽ ത്യാഗമായി സമർപ്പിച്ചത്. എന്നാൽ ഈ കൊല്ലം 10,000 രൂപ വാഗ്ദാനം ചെയ്യുകയാണെന്ന് പറയുകയുണ്ടായി. പിന്നെ തൻ്റെ കച്ചവടവുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അത് തുടങ്ങാൻ പോവുകയാണ്. ഏതായിരുന്നാലും അദ്ദേഹം ജൂലൈയിൽ തൻ്റെ 10,000 രൂപ വാഗ്ദാനം പൂർത്തിയാക്കിയുമുണ്ടായി. റഷ്യയുടെ അവസ്ഥ യുക്രൈൻ യുദ്ധം കാരണത്താൽ വളരെ മോശമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് പൂർത്തിയാക്കാനായി. റൂബലിൻ്റെ മൂല്യം വളരെ ഇടിഞ്ഞിരുന്നു. ഇന്ന് 10,000 റൂബൽ 178 യൂറോ ആണ്. എന്നാൽ അവിടുത്തെ അവസ്ഥ അനുസരിച്ച് ഇത് വളരെ വലിയ തുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ഇതിനുശേഷം 500 റൂബൽ ചന്ത ഇതുകൂടാതെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയും. ദിവസവും 500 റൂബൽ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ബിസിനസ്സിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹമുണ്ടായി. അവസ്ഥ മോശമായിട്ടും എൻ്റെ ബിസിനസ്സിൽ വളരെയധികം ആദായം ലഭിച്ചു, അനുഗ്രഹം ലഭിച്ചു. അതിനുശേഷം അദ്ദേഹം 1000 റൂബൽ ആക്കി ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നു. ക്യാമറൂണിൻ്റെ വടക്കൻ പട്ടണമായ മർവയിലെ മോല്യം ഇപ്രകാരം എഴുതുന്നു, ദരിദ്രരുടെ വിശ്വാസദാർഢ്യത്തിൻ്റെയും ചന്തയുടെ അനുഗ്രഹത്തിൻ്റെയും സംഭവമാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. നവ അഹമ്മദിയായ അബ്ദുള്ള സാഹിബ് പറയുന്നു, കഴിഞ്ഞ വർഷം തഹരീഖ് ജദീദിൽ അദ്ദേഹം നൽകിയതിനെ കുറിച്ച് പറയുന്നു, വളരെ ദരിദ്രനായ വ്യക്തിയാണ്. 1/2 ബക്കറ്റ് ധാന്യം, അതായത് 5 കിലോ ധാന്യമാണ് ചന്തയെ അദ്ദേഹം നൽകിയത്. അത് കാരണത്താൽ പറയുന്നു, എനിക്ക് അള്ളാഹു 5 ചാക്ക് പ്രതിഫലമായി നൽകിയുണ്ടായി. അതായത് 350 കിലോ ലഭിച്ചു. 70 ഇരട്ടി വർദ്ധിപ്പിക്കപ്പെട്ടു. ഇക്കൊല്ലത്തെക്കുറിച്ച് പറയുന്നു, ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. വളത്തിന് വളരെ വില വർദ്ധിച്ചിരുന്നു. വില കുത്തനെ ഉയർന്നിരുന്നു. എനിക്ക് വാങ്ങിക്കാൻ സാധ്യമായിരുന്നില്ല. എനിക്ക് വളരെയധികം ചിന്ത ഗ്രസിച്ചു. നല്ല രീതിയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ നൽകുമെന്ന് എനിക്ക് ആവലാതി ഉണ്ടായി. എന്തായാലും എനിക്ക് പറ്റുന്ന നിലയിലൊക്കെ ഞാൻ ശ്രമിച്ചു. എന്നാൽ അള്ളാഹു എത്രമാത്രം അനുഗ്രഹിച്ച് അരുളി എന്നാൽ ഈ കൊല്ലം കഴിഞ്ഞതിനേക്കാളും 2 മടങ്ങ് ഇരട്ടി ധാന്യം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം 70 കിലോ ചാക്ക് ചന്ത കൊടുക്കുകയുണ്ടായി. പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തോടും ഇക്കാര്യം പറയാറുണ്ട്. തഹരീഖ് ജദീദിന്റെ ചന്തയുടെ ബറക്കത്ത് കാരണം അള്ളാഹു എൻ്റെ അധ്വാനത്തിലും വിളവിലും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗാംബിയയിലെ അമീർ സാബ് എഴുതുന്നു, ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും ചെറിയ സംഭാവനകളാണെങ്കിലും ദരിദ്രരായവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിലമതിക്കുന്ന സംഭാവനകളാണ്. ഒരു ഗ്രാമീണനായ അഹമ്മദി, അദ്ദേഹത്തിൻ്റെ പേര് പാത്തെ സീദ്സെ സാഹിബ് ആണ്. 2014 ബൈഅത്ത് ചെയ്തത്.
ജമാഅത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, പല പ്രാവശ്യം ജോലിക്കായി ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. പറയുന്നത്, ജമാഅത്തിൽ പ്രവേശിച്ചതിന് ശേഷം എനിക്ക് ചന്തകൾ നൽകാനും ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും തബ്ലീഗ് പരിപാടികളിൽ പങ്കെടുക്കാനും ഒരുപാട് അവസരം ലഭിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായി ഇന്ന് എനിക്ക് 2 സ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിക്കുന്നു. മുമ്പ് തൊഴിലില്ലായ്മയായിരുന്നു, താമസിക്കാൻ വീട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അടച്ചുറപ്പുള്ള ഒരു വീടും അദ്ദേഹത്തിന് നിർമ്മിക്കാൻ സാധിച്ചു. ആളുകളൊക്കെ അദ്ദേഹത്തോട് പറയുന്നത് ജമാഅത്ത് സഹായിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തെ എന്നാണ്. എന്നാൽ അദ്ദേഹം അവരോടൊക്കെ പറയും, ജമാഅത്ത് അല്ല എന്നെ സഹായിച്ചത്, മറിച്ച് അള്ളാഹു ആണ് എനിക്ക് ചന്തയുടെ ഫലമായി സഹായം നൽകിയത്. ഇന്തോനേഷ്യയിൽ അമീർ സാഹിബ് എഴുതുന്നു, അവിടെ ഒരു അഹമ്മദിക്ക് ഫാക്ടറി ഉണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ നല്ലതായിരുന്നില്ല. കഴിഞ്ഞ വർഷം തഹരീഖ് ജദീദിനെ സംബന്ധിച്ചുള്ള പല സംഭവങ്ങളും വിവരിച്ചുകൊണ്ട് ഞാൻ പുതുവർഷ വിളംബരം നടത്തി. അത് അദ്ദേഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തി, വളരെ ആഴത്തിൽ അദ്ദേഹത്തെ പ്രഭാവിതനാക്കി. ഉടനെ തന്നെ അദ്ദേഹം പുതുവർഷത്തിലെ വാഗ്ദാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 2 മടങ്ങ് വർദ്ധിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ആ വാഗ്ദാനം പൂർത്തിയാക്കിയുണ്ടായി. അതിന് തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ വിൽപ്പനയിൽ വർധനവുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് മുടങ്ങിക്കിടന്ന ആ കമ്പനിയുടെ വ്യാപാരം നല്ല നിലയിൽ ഊർജ്ജസ്വലമായി പുനഃസ്ഥാപിക്കപ്പെടുകയുണ്ടായി. പറയുന്നു, ഈ വർഷത്തെ എൻ്റെ കമ്പനിയുടെ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ജർമ്മനിയിലെ മുബലിഗ് ഫറാദ് സാഹിബ് ഇപ്രകാരം എഴുതുന്നു, ഏസ്ബാദനിലെ ഒരു സ്ത്രീയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. അവരുടെ വരുമാനം നിലച്ചു പോയിരുന്നു. അവർക്ക് ആ രാജ്യത്തേക്ക് ഭർത്താവിനെ കൊണ്ടുവരണമായിരുന്നു. എന്നാൽ സ്പോൺസർ ചെയ്യാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. തൻ്റെ സഹോദരനെ ആ വിഷമങ്ങൾക്ക് അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദുആ ചെയ്യുക, ചന്ത നൽകുക, ഇത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി, ധനത്യാഗം ചെയ്യുക. അവർ സ്വർണ്ണാഭരണം വിറ്റുകൊണ്ട് ചന്ത നൽകി. 4 ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥിരം ജോലി ലഭിച്ചിരിക്കുന്നു എന്ന സന്ദേശം അവർക്ക് ലഭിക്കുകയുണ്ടായി ജോലി സ്ഥലത്ത് നിന്നും. അതുപോലെ തന്നെ വരുമാനവും 2000 യൂറോയായി വർദ്ധിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. അങ്ങനെ അവർക്ക് തൻ്റെ ഭർത്താവിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാനും സാധിച്ചു. ഇന്ത്യയിലെ വക്കീലുൽ മാൽ സാഹിബ് പറയുന്നു, ഇവിടെ തഹരീഖ് ജദീദിന്റെ സാമ്പത്തിക പദ്ധതിയിൽ വളരെ മുൻപന്തിയുള്ള ഒരു വ്യക്തിയുണ്ട്. ബജറ്റിൽ വർധന വരുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എത്രയാണ് വർധന വരുത്തേണ്ടതെന്ന് ചോദിച്ചു. താങ്കളുടെ കഴിവനുസരിച്ച് വർദ്ധിപ്പിക്കുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം മുബല്ലിഗിനോടും അതുപോലെ കേന്ദ്ര പ്രതിനിധിയോടും എത്ര വർദ്ധിപ്പിക്കണമെന്ന് സ്വയം പറയുക എന്ന് നിർബന്ധം ചെലുത്തിയപ്പോൾ കേന്ദ്ര പ്രതിനിധി പറഞ്ഞു 10 ലക്ഷം വർദ്ധിപ്പിക്കുക. ആദ്യം 5 ലക്ഷം നൽകിയിരുന്നു. പിന്നീട് അങ്ങനെ 10 ലക്ഷം അതിന്മേൽ വർദ്ധിപ്പിച്ചു നൽകുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരു വീടുണ്ടായിരുന്നു, ഒരു കെട്ടിടമുണ്ടായിരുന്നു, അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നില്ലായിരുന്നു. അതിനാൽ തന്നെ വലിയ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ചന്ത വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ ആ തടസ്സവും നീങ്ങി, ആ പ്രവൃത്തി നടന്നു. അങ്ങനെ നഷ്ടപരിഹാരവും ഉണ്ടായി. അള്ളാഹു ദരിദ്രനായാലും ധനാഢ്യനായാലും ആരുടെയും കടം ബാക്കി വെക്കുന്നവനല്ല. അവർക്കൊക്കെ അത് കൊടുത്തു വീട്ടുക തന്നെ ചെയ്യും. അവരവരുടെ സ്ഥിതിഗതികൾ അനുസരിച്ച് അവൻ അവർക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ വക്കീൽ ഉമർ സാഹിബ് വീണ്ടും എഴുതുന്നു, കാശ്മീരിലെ ഒരു വ്യക്തി ഡോക്ടറും പ്രൊഫസറുമാണ്. അദ്ദേഹം ഷേറെ കശ്മീർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ഡോക്ടറേറ്റുള്ള ആളാണ്. അദ്ദേഹം തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് പ്രൊമോഷൻ ലഭിച്ചു, പ്രൊഫസർ കം ചീഫ് സയൻറ്റിസ്റ്റ് ആക്കി എന്നെ മാറ്റി. എഗ്രോണമിയിൽ എന്നെ ചീഫ് സയൻറ്റിസ്റ്റ് ആക്കി. എൻ്റെ വരുമാനത്തിലും അസാധാരണമായ നിലയിൽ വർധന വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തഹരീഖ് ജദീദ് ചന്തയിലും വർധന വരുത്തിയിട്ടുണ്ടായി. മൗറീഷ്യസിലുള്ള ഒരു വനിത പറയുന്നു, കഴിഞ്ഞ വർഷം തഹരീഖ് ജദീദുമായി ബന്ധപ്പെട്ട എൻ്റെ ബന്ധുക്കളുടെ കുറച്ച് സംഭവങ്ങൾ കേട്ടതിന് ശേഷം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, കൊടുത്തു വീട്ടാൻ ബുദ്ധിമുട്ടുള്ള അത്ര വലിയ തുക വാഗ്ദാനമായി പ്രാവശ്യം എഴുതിക്കണം. അങ്ങനെ മൊറീഷ്യൻ രൂപ അനുസരിച്ച് 75,000 രൂപ വാഗ്ദാനമായി എഴുതിച്ചു. പറയുന്നു, ആ അവസരത്തിൽ എൻ്റെ ഭർത്താവ് ഒരു മെഡിക്കൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി വളരെ നേരിയ തോതിൽ മാത്രമായിരുന്നു ശമ്പളത്തിൽ വർധനമുണ്ടായിരുന്നത്. എന്നാൽ വാഗ്ദാനം എഴുതിച്ചതിന് ശേഷം
ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയുണ്ടായി. ആ ദിവസങ്ങളിൽ തന്നെ തൻ്റെ മാതാവിന് അദ്ദേഹം 1000 രൂപ സമ്മാനവും നൽകിയിരുന്നു. ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു. ഭർത്താവ് ആ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ ജോലി ലഭിക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് ലഭിക്കാൻ പോകുന്ന ശമ്പളവും ഞാൻ ത്യാഗം ചെയ്ത തുകയുടെ അത്ര തന്നെ ഏകദേശം ഉണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നു എന്ന് പറയുകയുണ്ടായി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. അദ്ദേഹത്തിന് ജോലി സ്ഥിരപ്പെട്ടു. 76,000 രൂപ ശമ്പളം അവർ ഓഫർ ചെയ്തു. 75,000 വാഗ്ദാനം ചെയ്തിരുന്നത്. പറയുന്നു, മാതാവിന് നൽകിയ 1000 രൂപയും അള്ളാഹു എനിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഒരു മൊബലിക് സാഹിബ് ഇപ്രകാരം എഴുതുന്നു, ഇവിടെ ഒരു അഹമ്മദി സഹോദരനുണ്ട്. കൊറോണ ദിനങ്ങളിൽ വളരെ വലിയ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് സംഭവിക്കുകയുണ്ടായി. ചന്ത കുടിശ്ശികയും വലിയ നിലയിൽ ബാക്കി കുടിശ്ശികയുമുണ്ടായി. തരീഖ് ജദീദ് മുതൽ മറ്റ് ചന്തകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഭാര്യ സ്വരുക്കൂട്ടിയിരുന്ന സേവിംഗ് ആയി വെച്ചിരുന്നതിൽ നിന്നും 11,500 രൂപ 500 ടക്ക അദ്ദേഹം നൽകുകയുണ്ടായി. എന്നിട്ടും ബാക്കി പകുതി കൊടുത്തു വിട്ടാനുണ്ടായിരുന്നു. കുടിശ്ശിക പകുതിയും ബാക്കിയായിരുന്നു. ഏതായാലും ആ മാസത്തിൻ്റെ അവസാനം ബാക്കി ചന്തയുടെ തുകയും വന്ന് വാങ്ങാൻ ഭാര്യ ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളുടെ ടീം അവിടെ എത്തിയപ്പോൾ വാഗ്ദാനം ചെയ്തതിനേക്കാൾ 3 മടങ്ങ് ചന്ത നൽകി. അതുപോലെ നിർബന്ധ ചന്തയുടെ ബാക്കി തുകയും നൽകി. കൂടാതെ ഞങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിച്ചു തന്നിരിക്കുന്നു എന്ന സുവാർത്തയും അറിയിക്കേണ്ടേ. കാരണം കാലങ്ങളായി വീട് വെക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ ചന്ത നൽകിയതിന് ഫലമായി വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങാനുള്ള തൗഫീഖും ലഭിച്ചിരിക്കുന്നു. വരുമാനത്തിലും വർധനവുണ്ടായി. ചന്തയും നൽകാൻ സാധിച്ചു. സ്ഥലം വാങ്ങാനുള്ള തൗഫീഖും അള്ളാഹു നൽകുകയുണ്ടായി. ബുക്കിന ഫോസോയിൽ ഉള്ള ഒരു സഹോദരൻ, അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹത്തിന് കാറ് വാങ്ങാനുള്ള തൗഫീഖ് ലഭിച്ചപ്പോൾ സഹപ്രവർത്തകരായ അധ്യാപകർ പറഞ്ഞു, ഞങ്ങളും അധ്യാപകരാണല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലുള്ള വണ്ടി വാങ്ങാൻ സാധിക്കുകയില്ല. തീർച്ചയായും ജമാഅത്ത് നിങ്ങളെ സഹായിച്ചിരിക്കും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ജമാഅത്ത് എന്നെ സഹായിച്ചതല്ല, മറിച്ച് അള്ളാഹു എൻ്റെ ചന്ത നൽകുന്നതിൻ്റെ ഫലമായി ധനത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞതാണ്. പറയുന്നു, ഞാൻ വിദ്യാർത്ഥി ആയിരുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ ഞാൻ കൃത്യമായി ചന്ത നൽകുന്ന ശീലമുള്ള ആളായിരുന്നു. അതിനാൽ എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനിയിലെ ഓസ്ലൻബർഗ് ജമാത്തിലെ ഒരു സഹോദരൻ എഴുതുന്നു, തരീഖ് ജദീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി അവിടെ നടന്നു. ഞാൻ 500 യൂറോ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, രസീത് ബുക്ക് കഴിഞ്ഞു ഇരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് ലേബറിന് കുറച്ച് തുക നൽകാനുണ്ടായിരുന്നു. അത്രയും തുക നൽകാനുണ്ടായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. രാത്രി ഞാൻ സ്വപ്നത്തിൽ എന്നെ കണ്ടു. അത് ഹുസൂർ പറയണ, ഹുസൂറിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് 500 യൂറോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തരീഖ് ജദീദിന്റെ ചന്തയെക്കുറിച്ചാണ് ഹുസൂർ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭാര്യയ്ക്ക് സ്വപ്നം കേൾപ്പിച്ചപ്പോൾ 5000 യൂറോ തരീഖ് ജദീദ് നൽകണമെന്ന് അവരും പറയുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊറോണ ഹെൽപ്പ് എൻ്റെ അക്കൗണ്ടിൽ 21,000 അധികം രൂപ ക്രെഡിറ്റ് ചെയ്യുകയുണ്ടായി. എൻ്റെ ചിന്തയിൽ പോലും ഒരിക്കലും ഉണ്ടായിരുന്നില്ല അത്തരൊരു വലിയ തുക എനിക്ക് ലഭിക്കുമെന്ന്. കാനഡയിലുള്ള ലജ്ന സഹോദരി പറയുന്നു, സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്ങനെ എൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കും എന്ന കാര്യത്തിൽ ഞാൻ വളരെ ആശങ്കാകുലയായിരുന്നു. ഇതിനെ സംബന്ധിച്ച് വളരെ ചിന്തയും ഉണ്ടായിരുന്നു. ഒരുപാട് ദുആയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ നിയത്ത് ശുദ്ധമായിരുന്നു. ചന്ത അടച്ചു തീർക്കാനുള്ള ഒരു വഴിയും മുന്നിലുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ ദുആയിൽ മുഴുകിക്കൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്നാൽ, രാത്രി എൻ്റെ മകൾ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവളുടെ ജനന സർട്ടിഫിക്കറ്റ് തരികയായിരുന്നു. ആ സമയത്ത് എൻ്റെ പഴയ ഒരു പേഴ്സ് അവൾക്ക് ലഭിച്ചു. പറയുന്നു, ഞാൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ പോയിരുന്നു. ആ സമയത്ത് ചെലവിനായി ഞാൻ കുറച്ച് തുക നീക്കി വെച്ചിരുന്നു. അതിൽ ബാക്കി വന്ന തുകയാണ് അതിലുണ്ടായിരുന്നത്, അതിൽ ഞാൻ വെച്ചിരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പാടെ മറന്നുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് അത് തിരിച്ച് ആ തുക ലഭിച്ചു. ഞാനത് ചന്ത നൽകേണ്ട കൃത്യം തുകയായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ അള്ളാഹു ഈ നിലയിലും സഹായങ്ങൾ തന്നരുളുന്നുണ്ട്.
ഗിനി കൊനാക്കരിയിലെ സദർ സാഹിബ് എഴുതുന്നു, അവിടെ ഒരു ദരിദ്രയായ അഹമ്മദി വനിതയുണ്ട്. നിസ്സാരമായ സാധനങ്ങൾ വിറ്റുകൊണ്ടാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. തഹരീഖ് ജദീദിനായി നിശ്ചയിക്കപ്പെട്ട 10 ദിവസങ്ങളിലെ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോവുകയും തഹരീഖ് ജദീദ് ചന്ത നൽകാൻ അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അവൾ പറയുകയുണ്ടായി, എൻ്റെ വരുമാനം വളരെ കുറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. കച്ചവടം ഞാൻ കടം വാങ്ങി തുടങ്ങിയതാണ്, ഇപ്പോൾ വരുമാനം ഇല്ലാത്തതിന് സമമാണ്. എൻ്റെ കടവും എനിക്ക് വീട്ടാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് അവരുടെ കൈവശമുണ്ടായിരുന്ന 20,000 ഫ്രാങ്ക് തുക അവർ ചന്തയായി നൽകി. സാഹചര്യങ്ങളുമായി വെല്ലുവിളികളുമായി പോരടിച്ചുകൊണ്ടിരുന്ന ആ ദരിദ്ര വനിതയ്ക്ക് ഇത് ഒരു വലിയ തുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മിഷണറി എന്തോ ആവശ്യത്തിനായി ആ വനിതയെ കാണുന്നതിനായി ചെന്നപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ, വളരെ ആവേശ വികാരങ്ങളോടെ പറയുകയുണ്ടായി, അള്ളാഹു എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അകറ്റി തന്നിരിക്കുന്നു. എൻ്റെ സാധാരണമായ കച്ചവടം നല്ല നിലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എൻ്റെ കടങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇതെല്ലാം ആ ധനത്യാഗത്തിൻ്റെ അനുഗ്രഹ ഫലമാണ്. താത്താരിസ്ഥാൻ റഷ്യയിലെ ഒരു സഹോദരൻ ഫരീദ് ഇബ്രാഹിം സാബ് പറയുന്നു, കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് എൻ്റെ ഫോണിൽ ഒരു അസാധാരണമായ സംഭവം നടന്നുകൊണ്ടിരുന്നു. പറയുന്നു, എൻ്റെ ബാങ്കിലെ ഓൺലൈൻ അക്കൗണ്ടിൽ യാത്രക്കാരിൽ നിന്നും തുക കൈപ്പറ്റിയതിനു ശേഷം, വലിയ തുക ക്രെഡിറ്റ് ആയതിനു ശേഷം ധനം ചെലവഴിക്കുന്നതിൽ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നതിനെ സംബന്ധിച്ച് ഹുസൂറിൻ്റെ ഖുത്ബ എൻ്റെ ഫോണിൽ സ്വയം തന്നെ പ്ലേ ചെയ്യുകയുണ്ടായി. ഇത് ആദ്യ സംഭവമായിരുന്നില്ല, മറിച്ച് വലിയ തുക ക്രെഡിറ്റ് ആകുമ്പോഴൊക്കെ തന്നെ, അക്കൗണ്ടിൽ വന്നിരുന്നപ്പോഴൊക്കെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടമാടുമായിരുന്നു. അള്ളാഹു അവൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് നൽകിക്കൊണ്ട് എന്നെ ഇക്കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമായിരുന്നു അത്. ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് ധനത്യാഗം ചെയ്യാനുള്ള സൗഭാഗ്യത്തിന് അർഹനായിക്കൊണ്ടിരിക്കുന്നു. ഫോണിൽ സ്വയം ഖുത്ബ പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാനമായ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ധനങ്ങൾ എനിക്ക് വലിയ തുക ലഭിക്കുമ്പോഴൊക്കെ തന്നെ അപ്പോൾ എനിക്ക് ധനത്യാഗം ചെയ്യാനുള്ള പ്രേരണ എന്നിൽ ഉളവാകുന്നു. അതുപോലെ തൻസാനിയയിലെ ഒരു ആത്മാർത്ഥിയായ വനിത പറയുന്നു, ജൽസയിൽ നിന്നും മടങ്ങുന്ന അവസരത്തിൽ തഹരീഖ് ജദീദ് ചന്ത എൻ്റെ കുടിശ്ശികയുണ്ട് എന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നു. അത് എങ്ങനെ അടച്ചു തീർക്കുമെന്ന ഒരു വഴിയും മുന്നിൽ തെളിയുന്നുണ്ടായിരുന്നില്ല. ഒരു വ്യക്തി എനിക്ക് കടം വീട്ടാനുണ്ടായിരുന്നു, അത് ലഭിച്ചാൽ ചന്ത നൽകാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ കടം നൽകിയ വ്യക്തി ഫോണിൽ ബന്ധപ്പെട്ടാൽ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ എനിക്ക് മറുപടി നൽകുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രോഗിയായിരുന്നതിനാൽ മരുന്ന് വാങ്ങുന്നതിനായും ദിവസവും ചെലവുകൾ വർദ്ധിച്ചു വന്നിരുന്നു. മക്കളുടെ സ്കൂൾ ഫീസിൻ്റെയും കാര്യത്തിൽ ചിന്ത അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് ദുആ ചെയ്യാൻ പറയുന്നു. ആ സമയത്ത് ബാങ്ക് വിളി കേട്ടപ്പോൾ മക്കൾ പറഞ്ഞു, നമസ്കരിക്കാൻ പോവുക, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം. നോക്കുക, അള്ളാഹു എത്തരത്തിലാണ് മക്കളുടെ വിശ്വാസത്തിലും ദൃഢത നൽകുന്നതെന്ന്. അവർ പറയുകയുണ്ടായി, ഇപ്പോൾ നമ്മുടെ പക്കൽ പൈസ ഇല്ല, അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുകയും അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ പൈസ തിരിച്ചു നൽകാൻ അള്ളാഹു തോന്നലുണ്ടാക്കുകയും തുടർന്ന് നമുക്ക് പൈസ ലഭിക്കുകയും ചെയ്തേക്കാം എന്ന് മക്കൾ പറഞ്ഞു. മകനായിരുന്നു അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഉമ്മയും മകനും വുളു എടുത്തുകൊണ്ട് നമസ്കാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവവിധിയാൽ എന്ത് സംഭവിച്ചത് എന്ന് നോക്കുക. നമസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ ഫോണ് റിങ് ചെയ്യാൻ തുടങ്ങി, ബെല്ലടിക്കാൻ തുടങ്ങി. പൈസ തിരികെ നൽകാനുണ്ടായിരുന്ന വ്യക്തിയുടെ ഫോണായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാതിലിൻ്റെ പുറത്തുണ്ട്, എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനുള്ള പൈസയുണ്ട്, അത് തിരിച്ച് തരാനാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം വന്നതിന് ശേഷം പറയുകയുണ്ടായി, ഞാൻ ബസ് സ്റ്റോപ്പിൽ വേഗൻ വാഹനം കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ബാങ്ക് വിളി ഞാൻ കേട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആരോ കടം വാങ്ങിയത് തിരിച്ചടക്കുക എന്ന് പറയുന്നതായി എനിക്ക് തോന്നി. ഒരു അശരീരി കേട്ടു. അതിനാൽ ഞാൻ കടം തിരികെ നൽകാൻ വേണ്ടി വന്നതാണ്. ആ ഉമ്മയും മകനും ഈ സംഭവം കേട്ടപ്പോൾ അവരുടെ ഹൃദയങ്ങൾ അള്ളാഹിൻ്റെ സ്തുതിയാൽ ഭരിതമായി. അള്ളാഹുവിനോട് അവർ നന്ദി പറഞ്ഞു. എന്നിട്ട് അവരുടെ മകൻ പറഞ്ഞു, നോക്കൂ, നമസ്കരിച്ചതിന് ശേഷം നമുക്ക് പൈസ ലഭിച്ചല്ലോ, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിയിരിക്കുന്നു.
സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു സാഹിബ് ഇക്രാം ജാൻ സാഹിബ് പറയുന്നു, എനിക്ക് സാമ്പത്തികമായി സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ആവശ്യക്കാരെ സഹായിക്കാനും പ്രത്യേകമായ നിലയിൽ ചന്തകൾ നൽകാൻ സാധിക്കാനും വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ കയ്യിൽ 3000 റൂബിൾസ് കുറവായിരുന്നു. ചന്ത നൽകാനുള്ള അവസാന ദിവസമായിരുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് 2 ആളുകൾ വന്നു. അതിലൊരാൾ എനിക്ക് 1000 രൂപയും മറ്റൊരാൾ 2000 റൂബിൾസും നൽകി. അങ്ങനെ മുമ്പൊരിക്കലും നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം സാധാരണ ജോലി ചെയ്താൽ 300 മുതൽ 500 റൂബിൾസ് മാത്രമായിരുന്നു എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അധിക വരുമാനം ദൈവമാർഗത്തിലാണ് നൽകുന്നത്. ധനത്യാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഞാനിവിടെ വിവരിച്ചത്. അള്ളാഹു ആത്മാർത്ഥരായി ധനത്യാഗം ചെയ്യുന്നവരെ എങ്ങനെയാണ് അവർക്ക് പ്രതിഫലം നൽകുന്നത് എന്നതിനുള്ള സംഭവങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. ഇനി തരീഖ് ജദീദിൻ്റെ നവവത്സര വിളംബരം നടത്തുന്നതാണ്. ഒക്ടോബർ 31 88-ാം വർഷം തരീഖ് ജദീദിന് അവസാനിക്കുകയും നവംബർ 1 89-ാമത്തെ വർഷം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വർഷം തഹരീഖ് ജദീദിൽ 16.4 മില്യൺ പൗണ്ട് ധനത്യാഗം ചെയ്യാൻ ജമാഅത്തിന് സൗഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ ദ്രുതഗതിയിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൂടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷം 1.1 മില്യൺ അധികമാണ് സമർപ്പിക്കാൻ സാധിച്ചത്. അതായത് 11 ലക്ഷം പൗണ്ട് അധികമാണ് പിരിച്ചെടുക്കാൻ സാധിച്ചത്. മുമ്പത്തെ പോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ ജർമ്മനി ജമാഅത്താണ് ലോകത്തുള്ള ജമാഅത്തുകളിൽ 1-ാം സ്ഥാനത്തുള്ളത്. പാകിസ്ഥാനും ത്യാഗത്തിൻ്റെ കാര്യത്തിൽ വലിയ ത്യാഗങ്ങളാണ് വരിച്ചിരിക്കുന്നത്. അവിടെയുള്ള സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്. പൈസയുടെ മൂല്യം വളരെയധികം കൂപ്പുകുത്തിയിരിക്കുകയാണ്. അക്കാരണത്താൽ അവർ ലിസ്റ്റിൽ താഴെയാണ്. എന്നാൽ ത്യാഗങ്ങളുടെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇപ്പോഴും മുമ്പത്തേക്കാൾ മുൻപന്തിയിൽ തന്നെയാണ്. ജർമ്മനി ഏറ്റവും മുമ്പിലാണെങ്കിലും പ്രഥമമാണെങ്കിലും പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിൽ അവരിലുള്ള മൊത്തത്തിലുള്ള പിരിവ് കുറഞ്ഞിരിക്കുകയാണ്. ബ്രിട്ടനും അമേരിക്കയും ഇതുപോലെ വർധനവ് നടത്തുന്നത് തുടർന്നു കൊണ്ടുപോയാൽ ഇവർക്കും മേലെ വരാൻ സാധിക്കുന്നതാണ്. അതുപോലെ കാനഡയിലും നല്ല വർധനവുണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഘാനയുടെ ചന്തയിലും വർധനവുണ്ടായിട്ടുണ്ട്. വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്. അവിടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മറ്റ് ശ്രദ്ധേയമായ ജമാഅത്തുകൾ പോളണ്ട്, ഫ്രാൻസ്, സ്വീഡൻ, ജോർജിയ, നോർവേ, ബെൽജിയം, ബർമ, മലേഷ്യ, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ്, കിരിബാത്തി, കസാക്കിസ്ഥാൻ, തർത്താരിസ്ഥാൻ, ഫിലിപ്പൈൻസ്, മിഡിൽ ഈസ്റ്റിലെ ജമാഅത്ത് എന്നിവയാണ്. ആഫ്രിക്കൻ ജമാഅത്തുകളിൽ മൊത്തത്തിലുള്ള പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ജമാഅത്തുകൾ ഘാന, 2-ാം സ്ഥാനത്ത് മൊറീഷ്യസ്, ഇതും ആഫ്രിക്കയിലാണ്. തുടർന്ന് നൈജീരിയ, ബുർക്കിന ഫാസോ, തൻസാനിയ, ഗാംബിയ, ലൈബീരിയ, യുഗണ്ട, സെറിലിയോൺ, ബെനിൻ എന്നിവയാണ്. ആളോഹരി പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തുകളിൽ 1-ാം സ്ഥാനത്ത്, ആദ്യ സ്ഥാനത്ത് അമേരിക്ക, പിന്നെ ബ്രിട്ടൻ, തുടർന്ന് ഓസ്ട്രേലിയ എന്ന നിലക്കാണ്. തരീഖ് ജദീദിൽ ഭാഗഭാക്കായവരുടെ മൊത്തത്തിലുള്ള എണ്ണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 15,94,000 ആണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രകടമായ വർധനവ് വരുത്തിയ പ്രത്യേകം ശ്രദ്ധേയമായ ജമാഅത്തുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ജമാഅത്തുകൾ നൈജീരിയ, ഗിനി ബസാവോ, കോങ്കോ, ബ്രാസവീൽ, ഗിനി കൊനാക്രി, കോങ്കോ കുൻഷാസ, ഗാംബിയ, കാമറൂൺ, ഐവറി കോസ്റ്റ്, നൈജർ, സെനഗൽ, ബുർക്കിന ഫാസോ എന്നിവയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തരീഖ് ജദീദിൻ്റെ 1-ാമത്തെ ലെഡ്ജറും ആദ്യത്തെ ലെഡ്ജറും ഇപ്പോഴും സജീവമായി തന്നെയുണ്ട്. ജർമ്മനിയിലെ ആദ്യ 10 ജമാഅത്തുകൾ റോയൽ മാർക്ക്, റോഡ്ഗോ, മെഹദിയാബാദ്, നിഡ, കൊലോൺ, ഫ്ലോറിസ്ഹൈം, നോയ്സ്, പെന്നെബർഗ്, ഓൺസ്റ്റോബ്രോക്ക്, ഫ്രൈഡ്ബർഗ് എന്നിവയാണ്. ലോക്കൽ ഇമാരത്തുകളിൽ ഹാംബുർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രോസ്ഗ്രോ, വീസ്ബാദൻ, ഡിസ്റ്റൻബാഖ്, റിച്ച്സ്റ്റഡ്, മോർഫിൽഡൻ, റോസൽസ്ഹൈം, ഡാംസ്റ്റഡ്, മാൻഹൈം എന്നിവയാണ്.
പാകിസ്ഥാനിൽ മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് ലാഹോർ, പിന്നെ റബ്വ, മൂന്നാം സ്ഥാനത്ത് കറാച്ചി. ജില്ലാ തലത്തിൽ ആദ്യത്തെ 10 ജില്ലകളിൽ ഒന്നാം സ്ഥാനത്ത് സിയാൽകോട്ട്, രണ്ടാമത് ഇസ്ലാമാബാദ്, പിന്നെ ഗുജ്റാൻവാല, പിന്നെ ഗുജറാത്ത്, ഉമർകോട്ട്, ഹൈദരാബാദ്, മീർപൂർ ഖാസ്, സർഗോദ, ക്വൈറ്റ, ലോദ്ര എന്നിവയാണ്. ഉമർകോട്ട്, മീർപൂർ ഖാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കാരണം വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ ത്യാഗമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. പിരിവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ത്യാഗം ചെയ്ത പാകിസ്ഥാനിലെ നഗര ജമാഅത്തുകൾ, നഗര ഇമാറത്തുകൾ: ലാഹോർ ടൗൺഷിപ്പ് ഇമാറത്ത്, ലാഹോർ ദാറുദിക്കർ ഇമാറത്ത്, ലാഹോർ മോഡൽ ടൗൺ ഇമാറത്ത്, ലാഹോർ മുഗൾപുര ഇമാറത്ത്, ലാഹോർ അല്ലാമ ഇക്ബാൽ ടൗൺ ഇമാറത്ത്, ഫൈസലാബാദ് ബൈത്തുൽ ഫضൽ ഇമാറത്ത്, കറാച്ചി അസീസാബാദ് ഇമാറത്ത്, ലാഹോർ ഡൽഹി ഗേറ്റ് ഇമാറത്ത്, ഫൈസലാബാദ് കരീം നഗർ ഇമാറത്ത്. 10ാം സ്ഥാനത്ത് കറാച്ചി സദർ ഇമാറത്ത്. ബ്രിട്ടനിലെ ആദ്യത്തെ 5 റീജിയനുകൾ: ഒന്നാം സ്ഥാനത്തിലുള്ളത് ബൈത്തുൽ ഫുത്തൂഹ് ആണ്. 2ാം സ്ഥാനത്ത് ഇസ്ലാമാബാദ്, തുടർന്ന് മസ്ജിദ് ഫസൽ, മിഡ്ലാൻഡ്സ്, ബൈത്തുൽ ഇഹ്സാൻ എന്നിവയാണ്. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ ആദ്യ 10 ജമാഅത്തുകൾ: 1 വലിയ ജമാഅത്തുകളിൽ ഒന്നാമത്തത് പാർൺഹാം, പിന്നെ സൗത്ത് ചീം, പിന്നെ ഇസ്ലാമാബാദ്, വൂസ്റ്റർ പാർക്ക്, വോൾസൺ, ജില്ലിംഗ്ഹാം, മസ്ജിദ് ഫസൽ, ഓൾഡർഷോട്ട്, സൗത്ത് പട്നി എന്നിവയാണ്. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ജമാഅത്തുകളുടെ വിവരങ്ങൾ ഇപ്രകാരമാണ്: സ്പിൻ വാലി, കേത്ലി, നോർത്ത് വീൽസ്, നോർത്ത് ഹാംപ്ടൺ, സ്വാൻലി. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ജമാഅത്തുകൾ: മേരിലാൻഡ്, ലോസ് ഏഞ്ചലസ്, നോർത്ത് വെർജീനിയ, ഡെട്രോയിറ്റ്, സിലിക്കൺ വാലി, ഷിക്കാഗോ, സിയാറ്റൽ, ഓഷ്കോഷ്, സൗത്ത് വെർജീനിയ, അറ്റ്ലാന്റ, ജോർജിയ, നോർത്ത് ജേഴ്സി, യോർക്ക്. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ കാനഡയിലെ ലോക്കൽ ഇമാരത്തുകളിൽ ഒന്നാം സ്ഥാനം വോൺ, പിന്നെ പീസ് വില്ലേജ്, കാൽഗരി, വാൻകൂവർ, ടൊറാന്റോ എന്നിവയാണ്. ധനത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 10 ജമാഅത്തുകൾ: ഒന്നാം സ്ഥാനത്ത് കോയമ്പത്തൂർ, തമിഴ്നാടു, തുടർന്ന് കാദിയാൻ, പിന്നെ ഹൈദരാബാദ്, പിന്നെ കരുളായി, പിന്നെ പത്തപ്പിരിയം, പിന്നെ കോഴിക്കോട്, പിന്നെ ബാംഗ്ലൂർ, പിന്നെ മേലപ്പാളയം, പിന്നെ കൊൽക്കത്ത, പിന്നെ കേരങ്, ഒഡീഷ. ധനത്യാഗത്തിലുള്ള 10 സ്ഥാനങ്ങൾ: ഒന്നാം സ്ഥാനത്ത് കേരളം, രണ്ടാമത് തമിഴ്നാട്, മൂന്നാമത് കർണാടക, പിന്നെ ജമ്മു കശ്മീർ, തെലുങ്കാന, ഒഡീഷ, പഞ്ചാബ്, ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര. ആസ്ട്രേലിയയിലെ ആദ്യ 10 ജമാഅത്തുകൾ: കാസർ ഹിൽ, മെൽബൺ ലോങ് വാരിൻ, മെൽബൺ ബെർറുക്ക്, മാസ്ഡൻ പാർക്ക്, പെൻറത്ത്, പെർത്ത്, പാരമാറ്റ, എഡ്ലൈഡ് വെസ്റ്റ്, എസിറ്റി കാൻഡ്ര, ബിസ്ബൻ, ലോഗൻ ഈസ്റ്റ്. ഇതൊക്കെയാണ് പൊസിഷനുകൾ, സ്ഥാനങ്ങൾ. അള്ളാഹു ധനത്യാഗം ചെയ്യുന്നവരുടെ എല്ലാവരുടെ സമ്പത്തിലും സന്തതികളിലും അനിതര സാധാരണമായ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. UK ജമാഅത്ത് ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട പുതിയ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. UK അഹമ്മദിയ ചരിത്രം എന്നതിനെ കുറിച്ച് ചരിത്ര ക്രോഡീകരിക്കുന്ന ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ഇവർ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പാശ്ചാത്യ നാടുകളിൽ സന്മാർഗ പ്രചാരണത്തിനായി വരുത്തിയ കാര്യങ്ങളെപ്പറ്റി ഗവേഷണപരമായ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. UK ചരിത്രത്തിന്റെ തുടക്കം 1913 മുതലാണെന്ന് കണക്കാക്കുന്നു. ചൗധരി ഫാത്തിഹ് മുഹമ്മദ് സിയാൽ സാഹിബ് ഇവിടെ വന്നപ്പോഴാണ് അതിന് തുടക്കം കുറിച്ചത്. മാത്രമല്ല ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സന്ദേശവും UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഹദരത്ത് മസീഹ് ഇസ്ലാം മുജദ്ദിദ് വാദിച്ചതിനോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാം ന്യായപൂർത്തീകരണത്തിനായി ഒരു കത്തും ഇംഗ്ലീഷ് വിജ്ഞാപനവും ഇംഗ്ലീഷിൽ തയ്യാറാക്കി 8000 കോപ്പി അച്ചടിച്ച് ഇന്ത്യയിലും ബ്രിട്ടനിലുമുള്ള പ്രസിദ്ധരും ആദരണീയരുമായ പാതിരിമാർക്കും അതുപോലെ വിവിധ സൊസൈറ്റികളുടെയും മതങ്ങളുടെയും നേതാക്കന്മാർക്കും അക്കാലഘട്ടത്തിൽ എത്തിക്കാൻ സാധ്യമായ അത്രയും സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. UK ചാൾസ് ബെഡ്രായുടെ പേരിൽ, അയാൾ പൊളിറ്റീഷ്യനായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സന്ദേശം 1885 അദ്ദേഹത്തിന് ലഭിക്കേണ്ടേ. അതേക്കുറിച്ച് ഇവിടെയുള്ള ഒരു പത്രമായ കോർ കോൺസ്റ്റിറ്റ്യൂഷൻ
1855 ജൂൺ 5 ലക്കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിയോസ്ഫിസ്റ്റ് എന്ന പത്രം, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനായ ഹെൻറി സ്റ്റീൽ ഓൾക്കാട്ടിനും ഈ സന്ദേശം 1886 തന്നെ ലഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് അവരുടെ പ്രസിദ്ധീകരണമായ തിയോസഫിസ്റ്റ് 1886 സെപ്റ്റംബർ 6 ലക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ഹസ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ പരിശുദ്ധ കാലഘട്ടത്തിന്റെ ഒരു സമയരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പാശ്ചാത്യ കാലത്ത് സത്യസന്ദേശത്തിന്റെ വസ്തുതകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൂടാതെ പയനീർ മിഷനറിമാർ, ആദ്യകാല മിഷനറിമാർ എന്ന പേരിലും ഒരു ടൈം ലൈൻ, ഒരു സമയരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ആദ്യകാല മുബല്ലിഗ്മാരുടെ പരിചയപ്പെടുത്തലുകൾ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ സഹാബാക്കളും അതിൽ ഉൾപ്പെടുന്നു. അവരെക്കുറിച്ചും പരിചയപ്പെടുത്തുകയും UK അവരുടെ സേവനങ്ങളെപ്പറ്റി വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ പാതിരി പിഗറ്റുമായി ബന്ധപ്പെട്ട പ്രവചനത്തിന്റെ വിശദമായ ഗവേഷണങ്ങളും തെളിവുകൾ സഹിതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ചരിത്രപരമായ ഗവേഷണ പ്രബന്ധങ്ങളും മറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുതുതലമുറക്ക് അവരുടെ കഴിഞ്ഞ തലമുറ പൂർവികർ എന്തിനു വേണ്ടിയായിരുന്നു ഈ രാജ്യങ്ങളിൽ, എന്തിനാണ് വന്നത്, അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നും മനസ്സിലാക്കാൻ ഉതകുന്നതായിരിക്കും. ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് history.ahmadiyya.uk എന്നാണ്. ഇത് ഇന്ന് ആരംഭിക്കുകയാണ്. ഇത് മുമ്പ് തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടത്താൻ ഇവർ ആഗ്രഹിക്കുന്നു. അള്ളാഹു ഇത് നമുക്കും അതുപോലെ മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാക്കട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.